പാറശാല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ മരിച്ചെന്ന് പരാതി ഉയർന്ന KSEB താൽക്കാലിക ജീവനക്കാരൻ അമ്പൂരി സ്വദേശി സന്തോഷിന്റെ മൃതസംസ്കാരം നടത്തി. അമ്പൂരി കുമ്പിച്ചൽ കടവിലിനടുത്ത് വീട്ടുവളപ്പിലാണ് സന്തോഷിന്റെ മൃതസംസ്കാരം നടത്തിയത്. ഇന്നലെ വൈകിട്ടോടെയാണ് സന്തോഷിനെ പാറശാല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അടിയന്തര ചികിത്സ നൽകിയെങ്കിലും ഓക്സിജൻ സിലിണ്ടർ പ്രവർത്തിപ്പിക്കാൻ ആശുപത്രി ജീവനക്കാർക്ക് അറിയില്ലായിരുന്നുവെന്നും സഹപ്രവർത്തകർ നൽകിയ പരാതിയിൽ പറയുന്നു. അവിടെ കൊണ്ടുചെന്നപ്പോൾ തലകറങ്ങി വീണ് അവിടെ കൊണ്ടുചെന്നപ്പോൾ അവിടെ ഡോക്ടർമാരില്ല, നേഴ്സുമാർ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഇത് പ്രാഥമിക ചികിത്സ കൊടുക്കാൻ അവർക്കറിയില്ല, അവിടുത്തെ നേഴ്സുമാർക്ക് അറിയില്ല എന്നാണ് ഞാൻ സംഭവം. പോയില്ല, അവിടെ ഉള്ളവർ പറഞ്ഞതും അറിവാണ്. നിങ്ങളെന്താണ് ആവശ്യപ്പെടുന്നത്? ഇതിന് തക്കതായ നിയമ നടപടികൾ എടുക്കണം. ഇതിനൊരു നീതി കിട്ടണം. ഇനി ഇതുപോലെ എൻ്റെ അനിയൻ സംഭവിച്ച പോലെ വേറെ ആർക്കും സംഭവിക്കാതിരിക്കണം. അതാണ് പറയാനുള്ള. ഇതിനുള്ള ഒരു നടപടി എടുക്കണം ഉദ്യോഗസ്ഥർ, സർക്കാരായിരുന്നാലും അതിൻ്റെ ഉദ്യോഗസ്ഥരായിരുന്നാലും. അടിയന്തര ചികിത്സ നൽകിയില്ലെന്നും ഓക്സിജൻ സിലിണ്ടർ പ്രവർത്തിപ്പിക്കാൻ ആശുപത്രി ജീവനക്കാർക്ക് അറിയില്ലായിരുന്നുവെന്നും സഹപ്രവർത്തകർ നൽകിയ പരാതിയിൽ പറയുന്നു. പ്രാഥമിക ചികിത്സ നൽകിയില്ലെന്നും ആശുപത്രിയിൽ എത്തുന്നതുവരെ സന്തോഷ് ജീവനോടെ ഉണ്ടായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിൽ സുഹൃത്തുക്കൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പാറശാല ആശുപത്രിക്ക് സമീപത്തെ പോസ്റ്റ് മാറുന്ന സമയത്താണ് സന്തോഷ് കുമാറിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തത്. ഇന്ന് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ സന്തോഷിന്റെ മൃതദേഹം കാട്ടാക്കട KSEB സബ് ഓഫീസിലും അമ്പൂരി ജംഗ്ഷനിലും പൊതുദർശനം നടത്തി. തുടർന്നാണ് മൃതസംസ്കാരം നടത്തിയത്. സംഭവത്തിൽ പാറശാല പോലീസ് കേസെടുത്തിട്ടുണ്ട്.